C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഈ അമരാവതി വീട് DKയുടെ ആത്മാവാ. ഇതിന്റെ ഓരോ കല്ലിലും DKയുടെ വിയർപ്പുണ്ട്, പ്രാണനുണ്ട്. DKയോട് അവൾക്കിത് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവോ? എന്താ സംശയം? പോയാൽ ഒരു വാക്ക്, കിട്ടിയാൽ ഈ അമരാവതി. അവള് ചില്ലറക്കാരി അല്ലല്ലോ മായച്ചി. അവൾക്ക് ഈ വീട് കൊടുത്ത DKയും നമ്മളുമെല്ലാം ഈ വീട് വിട്ടു പോകേണ്ടി വരും. പിന്നെ DK വിചാരിച്ചാൽ മാത്രം ഈ വീട് അവൾക്ക് കൊടുക്കാനും പറ്റില്ല. അതെന്താ? ഇത് അമ്മയുടെ പേരിലാ. ഇത് മക്കൾക്ക് എല്ലാവർക്കും കൂടി അവകാശപ്പെട്ടതാ. അത് DKയ്ക്കും അമ്മയ്ക്കും നല്ലതുപോലെ അറിയാം. DK വരുന്നു. DK, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. അത് നിങ്ങളുടെ ഈ കാത്തുനിൽപ്പ് കണ്ടപ്പോഴെനിക്ക് തോന്നി. എന്താ കാര്യം? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയണം. എനിക്ക് പോകാൻ ധൃതിയുണ്ട്. DK, വിവാഹബന്ധം വേർപിരിയുന്നതിന് നഷ്ടപരിഹാരമായി ഈ അമരാവതി വീട് തന്നെ ചോദിക്കാനാ ജ്യോതിയുടെ പ്ലാൻ. ആര് പറഞ്ഞു? അത് ജ്യോതി തന്നെ പറഞ്ഞതാ. അത് സമ്മതിക്കരുത് DK. അതെന്താ സമ്മതിച്ച? അത് ചോദിക്കാനുള്ള അർഹത ജ്യോതിക്കില്ലേ? പേരുകൊണ്ട് മാത്രമാണെങ്കിലും എന്റെ ഭാര്യയായി ജീവിച്ചോളാ ജ്യോതി. പിരിഞ്ഞു പോകുമ്പോ അവൾക്കിഷ്ടമുള്ള എന്തും ചോദിക്കാനുള്ള അവകാശം അവൾക്കുണ്ട്. DK, അമരാവതി വീട് നിങ്ങളുടെ വിയർപ്പാ. നിങ്ങൾക്ക് ജ്യോതി ഇവിടുന്ന് പോണോന്നാണോ അതോ അമരാവതി വീട് വേണോന്നാണോ? ഞങ്ങൾക്ക് രണ്ടും പ്രധാനപ്പെട്ടതാണ്. വക്കീല് വരുമ്പോ ജ്യോതി ഈ വീട് ആവശ്യപ്പെടും. DK ഒരിക്കലും അതിന് സമ്മതിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. സമ്മതിക്കും. ജ്യോതി ആവശ്യപ്പെട്ടാൽ അമരാവതി വീട് മാത്രമല്ല, എനിക്കുള്ള സകല സമ്പാദ്യങ്ങളും ഞാൻ അവളുടെ പേരിൽ എഴുതി കൊടുക്കും. എനിക്കതിന് ഒരു മടിയില്ല. DK, നിങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എവിടെന്നോ വലിഞ്ഞു കയറി വന്ന ഒരുത്തിക്ക് ഇതെല്ലാം എഴുതി കൊടുക്കുന്നു പറയാൻ DKക്ക് എങ്ങനെ കഴിയുന്നു? സ്റ്റോപ്പ് ഇറ്റ്. എവിടെ നിന്ന് വന്നവളാണോ ജ്യോതി? ആണോന്ന്? ഈ നിമിഷം പോലും അവൾ എന്റെ ഭാര്യ. ഇതുവരെ അവളെ ഞാൻ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല. അത് ശരിയാ. നിങ്ങളും ഭാര്യമാരായി ഈ വീട്ടിൽ കയറി വന്നവരല്ലേ? നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങളോട് ഇതുപോലെ പെരുമാറിയിരുന്നെങ്കിൽ നിങ്ങൾക്കത് സഹിക്കാൻ കഴിയുമായിരുന്നോ? എന്നേ നിങ്ങൾ ഈ വീട് ഉപേക്ഷിച്ച് പോകുമായിരുന്നില്ലേ? ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപമാനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സ്വന്തം ഭർത്താവിൽ നിന്ന് നേരിടേണ്ടി വരുന്ന അവഗണന. ഇത്രയും നാൾ അതെല്ലാം സഹിച്ച് അവൾ ഈ വീട്ടിൽ നിന്നില്ലേ? അങ്ങനെ നോക്കുമ്പോൾ അവളോട് തെറ്റ് ചെയ്തത് ആരാ? ഞാൻ. ഒരു പെണ്ണിന്റെ ആഗ്രഹങ്ങളെ ചവിട്ടിയരച്ച് അക്ഷന്തവ്യമായി കുറ്റം ചെയ്ത എനിക്ക് അവളുടെ മുന്നിലൊന്നും നിൽക്കാനുള്ള യോഗ്യതയെങ്കിലും ഉണ്ടോ? അവളുടെ കണ്ണീര് വീണാൽ ഈ അമരാവതി വീട് പോലും കത്തിച്ചാരമായി പോവും. അതറിയോ നിങ്ങൾക്ക്? എന്നിട്ടും ഇന്ന് വരെ അവൾ ആരോടെങ്കിലും എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടോ? ഇനി അവൾ ഈ വീട്ടിൽ എത്ര കാലം ജീവിച്ചാലും അവളെ ഞാൻ ഭാര്യയായി അംഗീകരിക്കുമെന്ന ഒരു പ്രതീക്ഷയും അവൾക്കില്ല. അംഗീകരിക്കാൻ എനിക്ക് കഴിയേയില്ല. ഇതുവരെ അവളോട് ചെയ്ത തെറ്റുകൾ ആവർത്തിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. മധുരാപുരിയെ ശപിച്ച് വെണ്ണീറാക്കിയ കണ്ണകിയുടെ കണ്ണീരിനേക്കാൾ ശക്തി ഉണ്ടാവും അവളുടെ കണ്ണീരിന്. ആ കണ്ണീര് വീണ് കത്തിച്ചാമ്പലാകാതിരിക്കാൻ ഈ അമരാവതി മാത്രമല്ല, വേണമെങ്കിൽ എനിക്കുള്ളതെല്ലാം ഞാൻ അവളുടെ പേരിൽ എഴുതി കൊടുക്കും. അവിനാശ്, എന്നെ ചെയ്യരുത് പ്ലീസ്. ദയവേദന വിട്. ഒരിക്കലല്ല,
പലതവണ നീ എന്നെ പറ്റിച്ചു. ഇനി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. രക്ഷപ്പെടാൻ ശ്രമിച്ച കൊന്നുകളയും നിന്നെ ഞാൻ. വാ വാ. അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് റെഡിയായിട്ടിരിക്കണം. ആ നമ്മുടെ ആദരാദരി കൊടുക്കാൻ ഞാൻ വാങ്ങിച്ചു വെച്ചതാ. ആ ദേ, ഞാനിപ്പോ മോളുടെ കെട്ടഴിക്കാൻ പോവാ. രക്ഷപ്പെടാനോ ബഹളം വെക്കാനോ ശ്രമിക്കരുത്. എന്തു പറയുന്നു? ഈ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഞാനങ്ങ് താലി കെട്ടണോ, അതോ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നല്ല സുന്ദരി കുട്ടിയായിട്ട് വരുന്നോ? നീ തന്നെ തീരുമാനിക്കേ. കെട്ടഴിക്കാൻ പോവാ. റിലാക്സ് റിലാക്സ് റിലാക്സ്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ദിവസമായി. ദാ ഇത് പിടിച്ചേ. മര്യാദക്ക് ഞാൻ പറഞ്ഞ അനുസരിക്കണി, അല്ലെങ്കിൽ എല്ലാം ഇവിടെ തീരും. മോളെ, ഞാൻ നിന്നോട് അപേക്ഷിക്കുക, അനുസരിക്കേ. എന്നെ കൊണ്ട് ക്രൂരത ചെയ്യിക്കരുത്. ഇവിടുന്ന് എത്ര ശ്രമിച്ചാലും നിനക്ക് രക്ഷപ്പെടാനാവില്ല. നിനക്ക് മാത്രമല്ല, എനിക്കും. എന്താണെന്നറിയോ? അല്ല വേണ്ട, അത് ഞാൻ പിന്നെ പറയാം. തൽക്കാലം നീ റെഡിയാവും. ഫസ്റ്റ് നൈറ്റിനുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയാക്കി ഞാനിപ്പോ ഇങ്ങെത്താം. ഈ പകലിനെ നമുക്ക് രാത്രിയാക്കാം, നമ്മുടെ ആദ്യ രാത്രി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.